വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രിപ്സ് മിഷനെ കുറിച്ച് പറയുകയുണ്ടായി. ക്രിപ്സ് മിഷൻ പൂർണ്ണമായിട്ടും പരാജയമായിരുന്നു. നമുക്ക് പുത്രികാരാജ്യ പദവി നൽകാം, അതുപോലെ സ്വന്തമായി ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള അവസരം തരാം, പ്രതിരോധം ഒഴികെയുള്ള മറ്റെല്ലാ വിഷയങ്ങളിലും ഗവൺമെന്റിന് ഇടപെട്ട് പ്രവർത്തിക്കാൻ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള അവസരം ഇന്ത്യക്ക് കൊടുക്കാന്നൊക്കെ പറഞ്ഞു വെച്ചാലും ക്രിപ്സ് മിഷന് ആരും തന്നെ അനുകൂലിച്ചില്ല. മുസ്ലിം ലീഗോ കോൺഗ്രസോ ഒന്നും തന്നെ ഗാന്ധിജി ഒന്നും അനുകൂലിക്കാത്തതുകൊണ്ട് ക്രിപ്സ് മിഷൻ പരാജയമായി എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ക്രിപ്സ് മിഷൻ പരാജയമായപ്പോ 1942 മെയ് മാസത്തിൽ ഗാന്ധിജി ബ്രിട്ടീഷുകാരോട് പറയാണ് എന്ത് ചെയ്യണം. അതായത് നിങ്ങൾ ഇന്ത്യ വിട്ടു പോയില്ലെങ്കിൽ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കും എന്ന് 1942 മെയ് മാസത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഗാന്ധിജി ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയുണ്ടായി. അങ്ങനെ അതിനുശേഷം നമ്മൾ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഐഡിയ കൊണ്ടുവരികയാണ് ഇന്ത്യയിൽ. അങ്ങനെ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ആ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് യൂസഫ് മെഹർ അലി എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹമാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വേർഡ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. പക്ഷെ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അതായത് 1942 ഓഗസ്റ്റ് 8 ബോംബെയില് ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്പെഷ്യൽ കോൺഫറൻസ് വിളിച്ചുകൂട്ടി. ആ കോൺഫറൻസിൽ വെച്ച് ക്വിറ്റ് ഇന്ത്യ പ്രമേയം ആര് പാസാക്കി? ജവഹർലാൽ നെഹ്റു പാസാക്കി. അപ്പൊ ജവഹർലാൽ നെഹ്റു 1942 ഓഗസ്റ്റ് 8 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക ബോംബെയിൽ നടന്ന സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. എങ്കിലും ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. അത് ശ്രദ്ധിക്കണം. ക്വിറ്റ് ഇന്ത്യ പ്രമേയ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ആരാണ്? പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ എന്ന വേർഡ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? യൂസഫ് മെഹർ അലി എന്ന് പറയുന്ന ആളാണ്. അങ്ങനെ എന്താ പറയുന്നത്, ബ്രിട്ടീഷുകാര് ഇന്ത്യ വിട്ടു പോകണമെന്ന് പറയുന്ന ചരിത്ര പ്രമേയമായിട്ടുള്ള ഒരു പ്രമേയം തന്നെ കോൺഗ്രസ് എന്താ പറയാ പ്രഖ്യാപിക്കുകയാണ്. ആ പ്രമേയം പാസാക്കപ്പെട്ടത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോംബെയില് ഗോവാലിയ ടാങ്ക് മൈതാനത്തിലാണ്. അപ്പൊ ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിലാണ്, അല്ലെങ്കിൽ ബോംബെയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ INCയുടെ സ്പെഷ്യൽ കോൺഫറൻസ് നടന്ന ബോംബെയിലാണ്. അപ്പൊ പ്രോപ്പർ പ്ലേസ് പറഞ്ഞ ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിലാണ്. ഇപ്പൊ ആ സ്ഥലം അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ്. എന്താണ്? ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് നിലവിൽ അത് അറിയപ്പെടുന്നത്. അപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് എന്താ പറഞ്ഞ, അതായത് 1942 മെയ് മാസത്തിൽ ഗാന്ധിജി പറയാണ് ഇനിയും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയില്ലെങ്കിൽ ഞങ്ങൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കും. പക്ഷെ സിവിൽ നിയമലംഘന പ്രസ്ഥാനമല്ല ആരംഭിച്ചത്, ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സമരമുറയാണ് ഇന്ത്യ ആരംഭിച്ചത്. ആ ക്വിറ്റ് ഇന്ത്യ സമരമുറ, ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചത് യൂസഫ് മെഹർ അലി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച INC കോൺഫറൻസ് എവിടെയാ നടന്നത്? അതൊരു സ്പെഷ്യൽ കോൺഫറൻസ് ആണ്. ബോംബെയിലെ ഗുവാലിയ ടാങ്ക് മൈതാനത്താണ് നടന്ന ദിവസം 1942 ഓഗസ്റ്റ് 8 ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമയത്ത് INCയുടെ പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ആ സമയത്ത് നമ്മുടെ ബ്രിട്ടീഷ് വൈസ്രോയ് ആരാണെന്ന് ചോദിച്ചാൽ ലിൻ ലിത്ഗോ പ്രഭു ആണ്. ആരാണ്? ലിൻ ലിത്ഗോ പ്രഭു ആണ് കേട്ടോ. അങ്ങനെ ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയെങ്കിലും ഓഗസ്റ്റ് 9 നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് കൊണ്ടാടുന്നത്. ക്വിറ്റ് ഇന്ത്യ ദിനം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാ പറയാ? ഓഗസ്റ്റ് 9 നമ്മൾ പറയാം. ഇനി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ കുറെ ആൾക്കാരുണ്ട്. പ്രധാനപ്പെട്ട ആൾക്കാര് ജയപ്രകാശ് നാരായൺ, അദ്ദേഹത്തെ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്ന് വിളിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട ഒരു ലേഡി അരുണ അസഫ് അലി, അവരെ നമ്മൾ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിളിക്കുന്നു. ഗാന്ധിജിയാണ് കേട്ടോ അങ്ങനെ വിശേഷിപ്പിച്ചത്. കൂടാതെ റാം മനോഹർ ലോഹ്യ, അവരൊക്കെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ പ്രധാനികളാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ പ്രധാനികൾ ആരൊക്കെയാണ്? ജയപ്രകാശ് നാരായൺ, അരുണ അസഫ് അലി, റാം മനോഹർ ലോഹ്യ. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നു ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നു അരുണ അസഫ് അലി. അരുണ അസഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിളിച്ചതാരാണ്? ഗാന്ധിജിയാണ്.
ഇനി അടുത്തത് മാതങ്കിനി ഹസ്ര എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ലേഡിയും കൂടി ഉണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട പ്രശസ്തയായ മറ്റൊരു ലേഡിയാണ് മാതങ്കിനി ഹസ്ര. എന്താ മാതങ്കിനി ഹസ്രയുടെ പ്രത്യേകത? ഈ ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോ വധിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയായ വനിതയാണ് ആര്? മാതങ്കിനി ഹസ്ര. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാര് ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചു യൂസഫ് മെഹർ അലി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമയത്ത് ബ്രിട്ടീഷ് വൈസ്രോയ് ലിൻലിത്ഗോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമര നേതാക്കൾ അരുണ അസഫ് അലി, അവര് ക്വിറ്റ് ഇന്ത്യ സമര നായിക. അതുപോലെ തന്നെ ജയപ്രകാശ് നാരായൺ, ക്വിറ്റ് ഇന്ത്യ സമര നായകൻ. റാം മനോഹർ ലോഹ്യ, അത് പ്രധാനപ്പെട്ട ഒരു നേതാവ്. കൂടാതെ മാതങ്കിനി ഹസ്ര, അവര് ക്വിറ്റ് ഇന്ത്യ സമര കാലത്ത് വധിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയായ വനിത. അല്ലെ? ഇനി അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മള്, അതായത് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമര അനുയായികൾക്ക് ഒരു മുദ്രാവാക്യം കൊടുക്കുകയാണ്. ക്വിറ്റ് ഇന്ത്യ സമര കാലത്ത് ഇന്ത്യയിലെ ഉയർന്ന മുദ്രാവാക്യം ഏതാണ്? ഡു ഓർ ഡൈ, അതായത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. എന്താണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇനി ക്വിറ്റ് ഇന്ത്യ സമര കാലത്ത് മുസ്ലിം ലീഗുകാർ ഉയർത്തിയ മുദ്രാവാക്യം ഏതാണ്? വിഭജിക്കുക, പുറത്തു പോകുക. ഡിവൈഡ് ആൻഡ് ക്വിറ്റ്. വിഭജിക്കുക, പുറത്തു പോകുക. അതാണ് മുസ്ലിങ്ങള് അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാര് ഉയർത്തിയ മുദ്രാവാക്യം എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റ് ചെയ്തു 1942 ഓഗസ്റ്റ് 9 തന്നെ. ആ ഓഗസ്റ്റ് 9 നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്താണ് ഓഗസ്റ്റ് 9? എന്താന്നാ പറഞ്ഞേ? ക്വിറ്റ് ഇന്ത്യ ദിനമാണ് ഓഗസ്റ്റ് 9. ആ ക്വിറ്റ് ഇന്ത്യ ദിനത്തിന്റെ അന്ന് ആരെ അറസ്റ്റ് ചെയ്തു? ഗാന്ധിജി അറസ്റ്റ് ചെയ്തു. പക്ഷേ PSC ഒരു ഉത്തരം, അതായത് 2012 HSST ജൂനിയർ എക്സാം നടന്നപ്പോ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് 1942 ഓഗസ്റ്റ് 8 കൊടുത്തേക്കണേ കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക, രണ്ടും കൂടെ ഓപ്ഷനിൽ ഉണ്ടാവില്ല. അപ്പോ ഓഗസ്റ്റ് 9 ഗാന്ധിജി അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ തടവിലാക്കിയത് ആഗാഖാൻ കൊട്ടാരത്തിലാണ്. എവിടെയാണ്? ആഗാഖാൻ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്? തടവിലാക്കി, ബ്രിട്ടീഷുകാരെ തടവിലാക്കി ഇരുത്തിയത് കേട്ടോ. ഇനി അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഒരു വിശേഷണമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം. എന്താ പറഞ്ഞേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് അവസാനത്തെ ബഹുജന മുന്നേറ്റമാണിത്. അതായത് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലിൻലിത്ഗോ പ്രഭു ഉണ്ടല്ലോ, അദ്ദേഹം വിശേഷിപ്പിക്കേണ്ടതിന്, അതായത് 1857 വിപ്ലവം നടന്നില്ലേ, ആ വിപ്ലവം പോലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിപ്ലവം എന്നാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ ലിൻലിത്ഗോ പ്രഭു വിശേഷിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി അത്രയും വലിയൊരു ബഹുജന പ്രക്ഷോഭമായിരുന്നു ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം എന്ന്. 1857 വിപ്ലവം പോലത്തെ വിപ്ലവമാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് വിശേഷിപ്പിച്ച വൈസ്രോയി ആരാണ്? ലിൻലിത്ഗോ പ്രഭു ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും അവസാനത്തെ ഏറ്റവും വലിയ ബഹുജന മുന്നേറ്റം ഏതാണ്? അതും ഏതിനെയാണ്? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം തന്നെയാണ് അല്ലെ. ഇനി ക്വിറ്റ് ഇന്ത്യ സമര കാലത്ത് ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അതായത് സീക്രട്ട് ആയിട്ട്, രഹസ്യമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ റേഡിയോ സ്റ്റേഷന്റെ പേര് സീക്രട്ട് കോൺഗ്രസ് റേഡിയോ എന്നാണ്. എന്താണ്? സീക്രട്ട് കോൺഗ്രസ് റേഡിയോ. അതെന്താണ് അപ്പൊ സീക്രട്ട് കോൺഗ്രസ് റേഡിയോ? ക്വിറ്റ് ഇന്ത്യ സമര കാലത്ത് രഹസ്യമായി പ്രവർത്തിച്ച റേഡിയോ സ്റ്റേഷന്റെ പേരാണ്. ഈ സീക്രട്ട് റേഡിയോ സ്റ്റേഷന്റെ സംഘാടകയാണ് ഉഷ മേത്ത. ഇതിന്റെ സംഘാടകയായിട്ടുള്ള ലേഡി ആരാണ്? ഉഷ മേത്തയാണ്. ഈ ക്വിറ്റ് ഇന്ത്യ സമരവും പല സ്ഥലത്ത് പല ആൾക്കാര് നേതൃത്വം നൽകുകയുണ്ടായി. അങ്ങനെ സത്താറ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇപ്പൊ കേരളത്തിൽ നമ്മൾ പഠിക്കും, അതുപോലെ സത്താറ എന്ന് പറയുന്ന സ്ഥലത്ത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാ പാട്ടീലായിരുന്നു. നാനാ പാട്ടീൽ സത്താറയിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകി. അതുപോലെ തന്നെ ഈ എന്താ പറയാ, ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, സമരനായകനാണല്ലോ ജയപ്രകാശ് നാരായൺ. അദ്ദേഹം ഈ ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തിനെതിരെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒരു സംഘടന രൂപീകരിക്കേണ്ടായി. അതിന്റെ പേര് ആസാദ് ദസ്ത എന്നാണ്. അപ്പൊ ആസാദ് ദസ്ത എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപകൻ ജയപ്രകാശ് നാരായണനാണ്. ആസാദ് ദസ്ത എന്ന് പറയുന്നത് ഏത് സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഘടനയാണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയവുമായിട്ട് അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഘടനയാണ്. എന്തിനെതിരെ?
രൂപീകരിച്ച സംഘടനയാണ്. ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തിനെതിരെ ജയപ്രകാശ് നാരായൺ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് രൂപീകരിച്ച സംഘടനയാണ് ആസാദ് ദസ്ത എന്നറിയപ്പെടുന്നത്. ഈ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് മലബാറിൽ വളരെ എന്താ പറയാ പ്രശ്നം നടക്കുകയുണ്ടായി, വളരെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുകയുണ്ടായി. അങ്ങനെ മലബാറിൽ നടന്ന പ്രക്ഷോഭമാണ് കീഴരിയൂർ ബോംബ് കേസ്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട മലബാറിൽ നടന്ന പ്രക്ഷോഭത്തിന്റെ പേരെന്താണ്? കീഴരിയൂർ ബോംബ് കേസ് എന്നാണ് അതിന്റെ പേര്. ഈ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് കേരളത്തിൽ കുറേയധികം സ്ഥാപനങ്ങളൊക്കെ തകർക്കപ്പെട്ടു. അങ്ങനെ തകർത്ത സ്ഥാപനങ്ങള് ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ, ചോമ്പാലയിലെ ഉപ്പ് ഡിപ്പോ, ചോമ്പാല എന്ന് പറയുന്ന സ്ഥലത്തെ ഉപ്പ് ഡിപ്പോ, ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി സബ് കോടതി, നടുവണ്ണൂർ രജിസ്റ്റർ ഓഫീസ്, ഇതൊക്കെ ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് കേരളത്തിൽ തകർക്കപ്പെട്ട സ്ഥാപനങ്ങളാണ്. ഏതൊക്കെ? അതായത് ചോമ്പാലയിലെ ഉപ്പ് ഡിപ്പോ, ചേമഞ്ചേരിയിലെ റെയിൽവേ സ്റ്റേഷൻ, നടുവണ്ണൂർ രജിസ്റ്റർ ഓഫീസ്, തലശ്ശേരി സബ് കോടതി തുടങ്ങിയവ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് കേരളത്തിൽ തകർക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് എന്നും ഓർക്കണം. ഇനി അടുത്തത്, ഒരു ഗവൺമെന്റ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബംഗാളിലെ താംലൂക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സമാന്തര ഗവൺമെന്റ് സ്ഥാപിക്കുകയുണ്ടായി. എവിടെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബംഗാളിലെ താംലൂക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സമാന്തര ഗവൺമെന്റ് സ്ഥാപിച്ചത് 1942 ഡിസംബർ 7-ലാണ്. 1942 ഡിസംബർ 7-നാണ്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന സതീഷ് ചന്ദ്ര സാമന്ത എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഗവൺമെന്റിന് നേതൃത്വം നൽകിയത്. ആ ഗവൺമെന്റിന്റെ പേര് താമ്രലിപ്ത ജതീയ ഗവൺമെന്റ് എന്നാണ്. താമ്രലിപ്ത ജതീയ ഗവൺമെന്റ്. അപ്പൊ എന്താണ് താമ്രലിപ്ത ജതീയ ഗവൺമെന്റ് എന്ന് പറയുന്നത്? താമ്രലിപ്ത ജതീയ ഗവൺമെന്റ് എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബംഗാളിലെ താംലൂക്കിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സമാന്തര ഗവൺമെന്റിന്റെ പേരാണ്. ഇത് സ്ഥാപിച്ചത് 1942 ഡിസംബർ 7-നാണ്. സ്ഥാപിച്ച വ്യക്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന സതീഷ് ചന്ദ്ര സാമന്തയാണ്. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ക്വിറ്റ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ക്വിറ്റ് ഇന്ത്യ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്വിറ്റ് ഇന്ത്യ. ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള കുറേയധികം ചോദ്യങ്ങളുണ്ട്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്നത് എന്നാണ്? 42. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാ. അതുപോലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ജയപ്രകാശ് നാരായൺ. സമര നായിക ആരാണ്? അരുണ അസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യത്തിന്റെ പേരെന്താണ്? ഡു ഓർ ഡൈ. എന്താണ് മുദ്രാവാക്യത്തിന്റെ പേര്? ഡു ഓർ ഡൈ എന്നാണ് ആ മുദ്രാവാക്യത്തിന്റെ പേര്. ഇനി ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ഒരു പത്രമുണ്ട്, ഹരിജൻ എന്ന് പറയുന്ന പത്രം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഗാന്ധിജിയെ കുറിച്ച് പഠിച്ചപ്പോ. അപ്പൊ ഗാന്ധിജി അദ്ദേഹത്തിന്റെ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രം ഏതാണ്? അതും ചോദിച്ച ചോദ്യമാണ്. ഏതാണ്? ഹരിജൻ. ഗാന്ധിജി തന്റെ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രം ഏതാണ്? ഹരിജൻ ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ബോംബെ സമ്മേളനമാണ്. സ്പെഷ്യൽ കോൺഫറൻസ് ആണ്. 1942 ഓഗസ്റ്റ് 8-നാണ്. എന്നാൽ ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? 1942 ഓഗസ്റ്റ് 9-നാണ്. ആ ഓഗസ്റ്റ് 9-ന് തന്നെ ഗാന്ധിജിയെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യാണ്. അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ ആഗാഖാൻ കൊട്ടാരത്തിലാണ് തടവിലാക്കിയത് എന്നും കൂടി ഓർത്തു വെക്കുക. ഇനി ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിലാണ് ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എന്നും കൂടി ഓർക്കണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ ബംഗാളിലെ താംലൂക്കില് ഒരു സമാന്തര ഗവൺമെന്റ് രൂപീകരിച്ചു. ആ ഗവൺമെന്റ് രൂപീകരിച്ചത് സതീഷ് ചന്ദ്ര സാമന്തയാണ്. രൂപീകരിച്ച വർഷം 42 ഡിസംബർ 7-നാണ്. രൂപീകരിച്ചത് താമ്രലിപ്ത ജതീയ സർക്കാർ എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നും കൂടി ഓർക്കണം. ഇനി ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള ലേഡി അല്ലെ വധിക്കപ്പെടുകയുണ്ടായി. അവരുടെ പേര് മാതങ്കിനി ഹസ്ര എന്നാണ്. മാതങ്കിനി ഹസ്ര. ഇനി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് അരുണ അസഫ് അലി, മാതങ്കിനി ഹസ്ര കൂടാതെ ഉഷ മേത്ത എന്ന് പറയുന്ന ഒരു ലേഡിയും കൂടി ഉണ്ട്. അവരുടെ പ്രത്യേകത എന്താ? സീക്രട്ട് കോൺഗ്രസ് റേഡിയോ എന്ന് പറയുന്ന റേഡിയോയുടെ സംഘാടക ആരാണ്? ഉഷ മേത്തയാണ്. ഇനി അതുപോലെ തന്നെ വേറൊരു ലേഡിയും കൂടി ഉണ്ട്, നാനാ പാട്ടീൽ. എന്താ അവരുടെ പ്രത്യേകത? സത്താറയിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? നാനാ പാട്ടീലാണ്.
ക്വിറ്റ് ഇന്ത്യ സമര കാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ലിൻലിത്ഗോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. എന്നാൽ മുസ്ലിം ലീഗ് നൽകിയ മുദ്രാവാക്യം ഏതാണ്? വിഭജിക്കുക, പുറത്തു പോകുക, ഡിവൈഡ് ആൻഡ് ക്വിറ്റ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കേട്ടും എഴുതിയും ഒക്കെ പഠിച്ചു വെക്കുക, പുതിയതായിട്ട് പഠിക്കുന്ന കുട്ടികൾ. മറ്റുള്ളവർക്ക് ഇതൊരു റിവിഷൻ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.